SM സ്ട്രീറ്റിനോട് ചേർന്ന സ്വർണ്ണ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ടുള്ള കമ്മത്ത് ലൈനിലാണുള്ളത്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് സ്വർണ്ണ ജ്വല്ലറികളുണ്ട്. പ്രധാനമായും പാളയത്തെത്തുന്നവർ പ്രധാനമായും ഇവിടെ നിന്നൊക്കെ തന്നെയായിരിക്കും സ്വർണ്ണം വാങ്ങുന്നുണ്ടാവും. നമ്മൾ കണ്ടതാണ് ഈ വർഷം പല മാസങ്ങളായി ഒരുപാട് പണമാണ് സ്വർണ്ണത്തിന് ഏതായാലും കൂടിയിരിക്കുന്നത്. അത് ലക്ഷം കടന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ജ്വല്ലറിയിലുണ്ട്. ഇവിടുത്തെ ഉടമ എവിടെയുണ്ട്? എങ്ങനെയുണ്ട്? സ്വർണ്ണവില 1 ലക്ഷം കടന്നിരിക്കുകയാണ്. 1,600,000 രൂപയിൽ എത്തിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണോ ഇന്ന് രാവിലെ കട തുറന്നത്? പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സ്വർണം വാങ്ങുന്നത് കൂടുതലാണ്. കാരണം എല്ലാവരും ഒരു ആഭരണങ്ങൾ എന്ന് പറയുന്നതിലുപരി ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കോലത്തിലാണ് ഇപ്പോൾ സംഗതി സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഗോൾഡ് ബാറിലേക്കും ആഭരണങ്ങൾ വാങ്ങുന്നത് കുറവാണ്. ഗോൾഡ് ബാർ, കോയിൻസ് അങ്ങനത്തെ സംഗതികളാണ് വാങ്ങുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീട് വെക്കാനുള്ള ആവശ്യത്തിനൊക്കെ ചുരുങ്ങിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 പവനം ഉണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ കിട്ടുന്ന കോലത്തിലേക്കാണ് വന്നത്. സ്വർണ്ണം ഉള്ളവരുടെ സംബന്ധിച്ചിടത്തോളം. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറയുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വർണ്ണത്തിനൊന്നും കഴിഞ്ഞ വർഷം ഇത്രയും വിലയുണ്ടായിരുന്നില്ല. അപ്പം അടുപ്പിച്ചാണ് ഇത്രയും വല്ലാതെ കൂടിയത്. അപ്പോൾ ഈ സ്വർണ്ണം പർച്ചേസ് ചെയ്യുന്നവർ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഈ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? കല്യാണം വാങ്ങുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഈ പെൺകുട്ടികൾക്ക് സ്വർണം, സ്ത്രീധനം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ ആണ് കൂടുതൽ സ്വർണം വാങ്ങുന്നത്.